ഡൗൺലോഡ് பண்ண പറ്റും. പേര് അടിക്കറപ്പ് വരും. അതിന് കാണട്ടെ എല്ലാവരും. സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ഇന്ന് ഈ സുദിനം നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. എ ഡ്രീം കം ട്രൂ. ഈ സുന്ദര സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. I request all the dignitaries to occupy the stage on the dais. Nas Dineshan Namboodiripad, Shri Dhamal Ramakrishna Swami, Shri S. Shivaramakrishnan, Prashant Menon, N.K. Dharmarajan, Shri T.V. Vaidyanathan, എല്ലാവരും ഡയസിൽ കയറി ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ സായാഹ്നത്തിന് ആരംഭം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ശരണം ശരണം പാർവതി നായക ശരണം ശരണം ശ്രീ ഗുരു സദ്ഗുരു ശരണം ശരണം ശ്രീ ഗുരു സദ്ഗുരു ശരണം ശരണം സിദ്ധി വിനായക ശ്രീ ഗണനാഥ സിദ്ധി വിനായക ശ്രീ ഗണനാഥ വന്ദனை செய்வோம் வருவாய் அருள்வாய் வந்தனை செய்வோம் வருவாய் அருள்வாய் சக்தியின் மகனே சங்கடம் களைவாய் சக்தியின் மகனே சங்கடம் களைவாய் புத்தியும் தருவாய் முழு முதல் பொருளில் புத்தியும் தருவாய் முழு முதல் பொருளில் ஸ்ரீ வித்யா கணபதி की जय श्री पार्वती शंकर महागणपति की जय. Thank you. അടുത്തതായി ഈ ചടങ്ങിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ പാർവതി ശങ്കര മഹാഗണപതി പരീക്ഷത്തിൻ്റെ പ്രസിഡൻ്റായ ബഹുമാന്യനായ ശ്രീ KMS മണി അവർകളെ സ്വാഗത പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കും.
എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് പാർവതി ശങ്കര മഹാഗണപതി പരിഷത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വളരെ ഭാഗ്യമായ സുദിനമാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളായ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂരിപ്പാട് അവർകൾ, പ്രവചന തിലകം ധമാൽ രാമകൃഷ്ണൻ അവർകൾ, ഈ വാർഡ് കൗൺസിലർ പൂർണിമ സുരേഷ് ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്കും ബ്രാഹ്മണ സഭയുടെ അനിഷേധ്യ നേതാവും തൃശ്ശൂർ ജില്ലാ പ്രസിഡൻറ്റുമായ ശ്രീ ശിവരാമകൃഷ്ണൻ അവർകൾ, തിരുവമ്പാടി ദേവസ്ഥത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വൈസ് പ്രസിഡൻറ്റ് ശ്രീ പ്രശാന്ത് മേനോൻ, ഈ പാർവതി ശങ്കര മഹാഗണപതി പരിഷത്തിൻ്റെ ദീർഘകാലം സെക്രട്ടറിയായി ഇതിനെ ഉന്നതിയിലേക്ക് നയിച്ച ശ്രീ ധർമ്മരാജൻ അവർകൾ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. 100 വർഷത്തിലേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്രവും ഈ കല്യാണ മണ്ഡപവും ദിവാൻ പേഷ്കാർ ശങ്കരയ്യർ അവർകൾ സ്ഥാപിച്ചതാണ്. അതിനുശേഷം ഈ സ്ഥാപനങ്ങളെ ഉന്നതിയിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് മുൻകാല സാരഥികളുണ്ട്. ഇന്ന് നമുക്ക് എല്ലാ സൗകര്യവും ഹൈടെക് ഫെസിലിറ്റീസുമുണ്ട്. ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് ഈ പരിഷത്തിനെ ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിച്ച മുൻകാല സാരഥി ഓരോരുത്തരെയും സ്മരിക്കുകയും അവരുടെ അക്ഷീണമായ കഠിനാധ്വാനത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്തുകൊള്ളുന്നു. അവരാണ് നമ്മുടെ വഴികാട്ടികൾ. ഇപ്പോഴത്തെ ഈ ഭരണസമിതി ജൂലൈ 30, 2023 ചാർജ് എടുത്തിട്ടുള്ളത്. ഈ ഭരണസമിതിയിലെ മിക്ക അംഗങ്ങളും ഈ പരിഷത്തുമായി കഴിഞ്ഞ കുറേ വർഷമായി പ്രവർത്തിച്ച് ഇതിൻ്റെ ഉന്നതിയിലേക്ക് നയിച്ചിട്ടുള്ളവരാണ്. ജൂലൈ 30 നടന്ന ജനറൽ ബോഡി യോഗത്തിൽ എന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത് സേവനമനുഷ്ഠിക്കണമെന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ചാർജ് എടുത്തിട്ടുള്ളത്. അന്നു മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരാശയമായിരുന്നു ഈ കല്യാണ മണ്ഡപം നവീകരിച്ച് ഇന്നത്തെ കാലോചിതമായ മാറ്റം വരുത്തി നമ്മുടെ സമുദായ അംഗങ്ങൾക്കും തദ്ദേശവാസികൾക്കും പ്രയോജനപ്പെടുമാറ് നന്നായി ഒരു AC എയർ കണ്ടീഷൻ ഹാൾ, ലിഫ്റ്റ് ഫെസിലിറ്റി, ഒരു 9 റൂംസ് വിത്ത് AC ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നിർമ്മിക്കണമെന്നുള്ളത്. അങ്ങനെ നവംബർ 5, 2023 ഇതിൻ്റെ നവീകരണ പണികൾ തുടങ്ങിയത്. ഞങ്ങളുടെ ടാർഗറ്റ് 6 മാസമായിരുന്നു. എങ്കിലും 5 മാസം 20 ദിവസം കൊണ്ട് ഈ പണി ഇത്രയും നന്നായി നടത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത്
ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ഷാജി എന്ന കോൺട്രാക്ടറാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങേയറ്റം കൃതജ്ഞതാപൂർവം അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സത്യത്തിൽ പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായ ശിവരാമകൃഷ്ണൻ എന്ന ശിങ്കുവും ഒഴിച്ച് ബാക്കി എല്ലാവരും വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ കഠിനാധ്വാനികളായ കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരുടെ ഈ പ്രവർത്തനം കൊണ്ടാണ് ഈ അമ്പലത്തിലും അല്ലെങ്കിൽ ഈ കല്യാണ മണ്ഡപത്തിലും ഈ കാര്യങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു പേര് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. വൈദ്യനാഥൻ എന്ന ഇതിൻ്റെ ട്രഷറർ, ഞങ്ങൾ പെരുങ്ങണ്ടൂർ കണ്ണൻ എന്ന് വിളിക്കും. അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നാലും 24/7 ഏത് കാര്യത്തിനും മുമ്പോട്ട് വന്ന് അത് നടത്തണം, അത് സക്സസ്സായി നടത്തണം, അതിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു വിചാരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ യങ്സ്റ്റേഴ്സിനെ മുഴുവൻ ക്രോഡീകരിച്ച് പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ യങ്സ്റ്റേഴ്സിൻ്റെ ടീമിന് പ്ലീസ് ഗീവ് ദം എ ലൗഡർ റൗണ്ട് ഓഫ് അപ്ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ ഇത് നമുക്ക് പണി തീർക്കാൻ പറ്റി. ഇതിനു വേണ്ടി ധനസമാഹരണത്തിനായി ഞങ്ങൾ ഇവിടുത്തെ പല പ്രമുഖ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സമീപിച്ചിരുന്നു. അവരെല്ലാം വളരെ ഹാർദമായി ഞങ്ങളെ സഹായിച്ച്, എനിക്ക് ആ ഫിഗർ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം ഈ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി കളക്ഷൻ കിട്ടി. ആ സ്ഥാപനങ്ങളോടും എല്ലാ നല്ലവരായ നല്ല മനസ്സുള്ള സംഭാവനകൾ നൽകിയവരോടും ഞങ്ങളുടെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ മണ്ഡപം പുതുക്കി പണിഞ്ഞ് ഞങ്ങൾ വളരെ മിതമായ നിരക്കിൽ തദ്ദേശവാസികൾക്കും ബാക്കി എല്ലാവർക്കും കല്യാണം, ഉപനയനം, മാരേജ് ആനിവേഴ്സറി, പിറന്നാൾ എന്നീ കാര്യങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ ഇത് കൊടുത്ത് ഒരു ജനസേവനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ആ ഉദ്ദേശം നിങ്ങളെല്ലാം കൂടെ സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നടത്തിത്തരണം. പ്ലീസ് ഹെൽപ്പ് us ടു ഹെൽപ്പ് യു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികൾക്കും നിങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ അല്ലെങ്കിൽ ഈ മഹാഗണപതി പരിഷത്തിൻ്റെ ഒരു 3D വിന്നിംഗ് ഫോർമുലയുണ്ട്. അതൊന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദേ ആർ ഓൾ ഡിവോട്ടഡ്, ഡിസിപ്ലിൻഡ് ആൻഡ് ദേ ആർ ഓൾ ഹാർഡ് വർക്കിംഗ്. ഡിസിപ്ലിൻ, ഡിവോഷൻ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരാണ് ഇതിൻ്റെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാനും ശിങ്കുവും മുമ്പിൽ നിന്ന് അവർക്കൊരു ഉപദേശം വേണ്ടി വരികയാണെങ്കിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. അവരാണ് ഇതൊക്കെ ചെയ്യണു. അത് കാരണം എല്ലാവർക്കും അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു, ആശംസിച്ചു കൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ സുദിനത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ധന്യരാക്കിയ നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആൻഡ് സ്വാഗതം ഓൾസോ. Nandi Mama. Asatoma Sadgamaya, Tamasoma Jyotirgamaya, Mrityorma Amritam Gamaya.
നമ്മൾ കാത്തിരിക്കുന്ന സുവർണ്ണ നിമിഷം ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ പ്രകാശവും അനുഗ്രഹവും തെളിയുമാറാകട്ടെ. ഏറ്റവും ആദരവോടെയും നമസ്കാരപൂർവവും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവർകളെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തെ शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः. അതെ. നന്ദി തിരുമേനി, നന്ദി എല്ലാവർക്കും. ശ്രീ NN ശിവരാമകൃഷ്ണൻ അവർകളെയും പരീക്ഷത്തിൻ്റെ സെക്രട്ടറി ശ്രീ TB കൃഷ്ണമൂർത്തി അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. ഈ മണ്ഡപ സമുച്ചയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളോടൊപ്പം നിന്ന് നമ്മളിലൊരാളായി പ്രവർത്തിച്ച നമ്മുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ബിൽഡർ KB ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് അനുമോദിക്കാനായി പ്രസിഡന്റ് KMS മണി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകി ആദരിക്കാനായി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ബ്രഹ്മശ്രീ ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി കേരള ബ്രാഹ്മണ സഭയുടെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ S ശിവരാമകൃഷ്ണൻ അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു.
പാർവതി ശങ്കര മഹാഗണപതി പരിഷത്ത് പ്രസിഡന്റ് ശ്രീ KMS മണി, ഇന്നത്തെ ഈ പരിപാവനമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ആശീർവദിക്കുവാൻ എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ ചേന്നാസ് നമ്പൂരിപ്പാൾ, ശ്രീ മഹേശ് നമ്പൂരിപ്പാൾ, ഇതിൻ്റെ ദീർഘകാലം സെക്രട്ടറിയായും അതിനു മുമ്പ് ഇതിൽ വളരെ ആക്റ്റീവായും പ്രവർത്തിച്ചിരുന്ന ശ്രീ ധർമ്മരാജൻ, ശ്രീ ധമാൽ രാമകൃഷ്ണൻ, ഇന്ന് ആശംസ തരുവാനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രകാശ് മേനോൻ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സമൂഹജീവികളെ, സമുദായ അംഗങ്ങളെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഏതൊരു കാര്യവും നമ്മൾ നടത്തുമ്പോൾ അത് തുടങ്ങി വെച്ചവരെ സ്മരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതുവാൻ പറ്റൂ, ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു സംരംഭം ഇന്ന് ഇത്രയും നല്ല രീതിയിൽ എത്തിക്കുവാനായിട്ട് ഒരുപാട് മൺമറഞ്ഞു പോയ ആളുകളും പ്രായമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും ഇതുമായിട്ട് ഇപ്പോഴും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നവരുമായ ഒരുപാട് ആളുകൾ അവർ ഭരണത്തിലുണ്ടായിരുന്നിരിക്കാം, ഭരണത്തിലില്ലാണ്ടിരുന്നിരിക്കാം, നമ്മളുമായിട്ട് സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളൊക്കെ ഈ ടൗണിലിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ നടക്കാവായാലും ശരി, പൂങ്കുന്നമായാലും ശരി, വടക്കേ സമൂഹമായാലും ശരി, പാർവതി ശങ്കര മഹാഗണപതി പരിഷത്തായാലും ശരി, എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ടൗണിലിരിക്കുന്ന ബ്രാഹ്മണ സുഹൃത്തുക്കൾ എല്ലാവരുമാണ് ഈ വടക്കേ സമൂഹമായാലും പാണ്ഡ്യ സമൂഹമായാലും പാർവതി ശങ്കര മഹാഗണപതി പരിഷത്തായാലും ഇതെല്ലാം ബ്രാഹ്മണ സമാജമായാലും എല്ലാം നോക്കി സംരക്ഷിച്ച് വന്നിരുന്നത്. ഇത് ഇവിടുത്തെ സമൂഹ ജനങ്ങളുമായിട്ട് ഇപ്പോൾ തൊട്ട് തന്നെ പ്രസിദ്ധമായ തിരുവമ്പാടി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ ഭാരവാഹികളുമായിട്ടും അതിൻ്റെ നടത്തിപ്പുകാരുമായിട്ടും എല്ലാം സഹകരിച്ച് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു സോഷ്യൽ തിങ്കിങ് അന്നു മുതൽക്കേ ബ്രാഹ്മണർക്കുണ്ട്. നമ്മളുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ കാര്യം നോക്കാനായിട്ട് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളുടേതായ ചില സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ സഹകരിക്കും. എല്ലാത്തിനും നമ്മുടെ ആൾക്കാർ മുന്നോട്ടുണ്ട്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, തിരുവമ്പാടി ദേവസ്വത്തിലത്തെ ഭാരവാഹികൾ, ഞാൻ അതിൻ്റെ ഓഡിറ്ററാണ്, ബാർമേക്കാവിൻ്റെ ഓഡിറ്ററാണ്. അപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ വരുമ്പോൾ പറയും, ഞങ്ങൾക്ക് വോട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിറയെ പൈസ നമ്മൾ ആൾക്കാർ തരുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരും പറയും, തിരിച്ചു പറയും, തമാശയ്ക്ക് തന്നെ, ഒക്കെ തമാശയല്ല, വളരെ വാസ്തവമാണ് ഓഡിറ്റർ. കാരണം നമ്മുടെ ഈ പരിസരത്തുള്ള ബ്രാഹ്മണരായാലും മറ്റുള്ള സമുദായക്കാരായാലും ഈ വക പരിപാടികൾക്കൊക്കെ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ കണ്ടാണ് നല്ല രീതിയിൽ നടക്കുന്നത്. അത്തരത്തിൽ നമ്മൾ സമൂഹ ജീവികളാണ് എന്നുള്ള ഓർമ്മയോടുകൂടി സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശ്രീ മണി പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, മുൻഗാമികൾ നമ്മളോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ശ്രീ രാശാങ്കവാദ്യാർ. ഒരുപാട് കാലം ഈ സമൂഹമഠത്തിൻ്റെ ഭാരവാഹിയായിരുന്നു, പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ പരിഷത്തിൻ്റെ കാര്യം പറയും, മെസ്സേജ് എത്തിക്കും. ഈ വൈദികർക്കുള്ളൊരു പ്രത്യേക ഗുണം, പുരോഹിതനുള്ള പ്രത്യേക ഗുണം അതാണ്. അവർ അറ്റാച്ച്ഡായിട്ടുള്ള ആ സമൂഹമഠത്തിന് വേണ്ടിയിട്ട് അവർ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന് മുന്നേയും പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് എനിക്ക് ഓർമ്മയില്ല. ശ്രീ രാശാങ്കവാദ്യാരെ ഞാൻ സ്മരിക്കുകയാണ്.
അതുപോലെ തന്നെ ഒരുപാട് കുടുംബാംഗങ്ങൾ ശ്രീ NN ധർമ്മരാജൻ്റെ, ശിങ്കുവിൻ്റെ, ഇവരൊക്കെ വീട്ടുകാർ, അമ്പുമായാലും ശരി, ധർമ്മരാജയായാലും ശരി, ആ കുടുംബം അവരിതിനു വേണ്ടി ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തൊട്ട് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന TVS മണി കുടുംബം, അവരുടെ മക്കൾ, അവരെല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. കോന്തമാമ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. കോന്തമാമ ഇതുമായിട്ടൊക്കെ വൈദ്യനാഥേയർ താമസിച്ചിട്ടുണ്ട്, അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന, ഒരുപാട് കാലം പ്രസിഡൻ്റായിരുന്ന മണലി ശ്രീ, ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്ന വിചാരിച്ച ഞാൻ ഇന്ന് വന്നിട്ടില്ല. എത്തിയിട്ടുണ്ടോ? ഇല്ല. അനന്തസുബ്രഹ്മണ്യം ഒരുപാട് കാലം ഇതിൽ പ്രസിഡൻ്റായിരുന്നു. TR കൃഷ്ണൻ ഇതിൽ പ്രസിഡൻ്റായിരുന്നു. ഇവരെല്ലാവരും അന്നത്തെ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഇതുമായിട്ട് സഹകരിച്ചിട്ട്, ഞാൻ ചിലർ വിട്ടുപോയിട്ടുണ്ടാവും, ക്ഷമിക്കണം. ഓഡിറ്റർ ദുരസ്വാമി അയ്യർ, ഓഡിറ്റർ വൈദ്യനാഥ് അയ്യർ, അവരുടെ കുടുംബങ്ങൾ, ഇവരൊക്കെ ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ളവരാണ്. എല്ലാവരും ഈ പരിസരത്തുള്ള ബ്രാഹ്മണ സുഹൃത്തുക്കളും സമുദായ അംഗങ്ങളും സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരും ഈ അമ്പലത്തിൽ. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ സാക്ഷാൽ ശ്രീ വിഘ്നേശ്വരനാണ്. കേരളത്തിൽ ഞാൻ അറിയപ്പെടുന്ന വിഘ്നേശ്വര പ്രാധാന്യമുള്ള അമ്പലങ്ങൾ 2-3 ഉള്ളൂ. ഒന്ന് പഴവങ്ങാടി വിഘ്നേശ്വര ടെമ്പിൾ, ഗണപതി ടെമ്പിൾ, പിന്നെ മള്ളിയൂർ, പിന്നെ മൂന്നാമത് എനിക്ക് എപ്പോഴും ഓർമ്മ ഇത് തന്നെയാണ്, പാർവതീശങ്കര മഹാഗണപതി വർഷത്തിലത്തെ വിഘ്നേശ്വരനാണ്. അപ്പോൾ ഈ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നങ്ങളെ തീർക്കുന്ന ഒരു ഭഗവാനാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ തുടങ്ങുമ്പോൾ, ഏത് നല്ല സൽപ്രവൃത്തി നടത്തുമ്പോഴും ആ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നമ്മൾ തുടങ്ങാറുള്ളൂ. അപ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. ആ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ഷേത്ര പരിസരമാണിത്. അത്രയും ഐശ്വര്യമാണ് ഈ ഭാഗത്ത്. നമുക്ക് ഐശ്വര്യം വിതറിയിട്ടുള്ള ദൈവിക ചൈതന്യമുള്ള ഒരു പരിസരമാണിത്. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ഇന്ന് ഈ സംവിധാനം ഇത്രയും നന്നാക്കി മാറ്റിയെടുത്ത ഇതിൻ്റെ ഇപ്പോഴത്തെ സാരഥികളെ എല്ലാവരെയും ഞാൻ ബ്രാഹ്മണ സഭയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളുടെ പഴയ സമൂഹങ്ങൾ നമ്മുടെ പൂർവികന്മാർ നമുക്ക് സമ്പാദിച്ച് തന്നിട്ടുള്ളത് നമ്മളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ്. നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ചെയ്യാൻ സൗകര്യപ്പെടാതെ ഫ്ലാറ്റ് കൾച്ചറും മറ്റൊക്കെ ഒന്നുകൂടി നമുക്ക് ചെയ്യാൻ പറ്റാതെ ആയി തീർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മണി പറഞ്ഞ പോലെ ആയുഷ്യമായാലും ശരി, ഉപനയനം ആയാലും ശരി, മറ്റു വിശേഷങ്ങൾ, സീമന്തം, അങ്ങനത്തെ ചെറിയ ചെറിയ ഫങ്ഷൻ ആയാലും കൂടി നമ്മൾ ഇതെല്ലാം നേരത്തെയൊക്കെ വീടുകളിലൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട വീടുകളൊന്നും അത്ര സൗകര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള മണ്ഡപങ്ങളൊക്കെ നടത്താം. ഇതേമാതിരി ആവശ്യങ്ങൾക്കാണ് നമ്മുടെ പൂർവികന്മാർ ഇതൊക്കെ തയ്യാറാക്കി തന്നിരിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ നടത്തേണ്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ, അതുപോലെ നമ്മൾ ഒന്നിച്ച് ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആവണിയാവട്ടന്മാരുള്ള വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മണ്ഡപങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹങ്ങളോ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ അന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെച്ചിരുന്നു. ഇന്നത് മാറ്റി ഇന്ന് അതിന് കൂടുതൽ സൗകര്യങ്ങളാക്കി ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്കിപ്പോൾ ആകെ ഇവിടെ എന്താ വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതും കുറച്ചൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും പറ്റുള്ളൂ. ടൗണിൻ്റെ അകത്ത് നമുക്ക് പാർക്കിങ്ങിന് അതിന് കൂടുതൽ സ്ഥലം കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമേ നമുക്കൊന്നുള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളും കൂടിയുണ്ട്. ഇത്രയും വിശാലമായ ഹാള്, നമുക്ക് മറ്റൊരു ഡൈനിങ് ഹാള്, റൂംസ്, ലിഫ്റ്റ്, മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം പണിയാനായിട്ട് സമ്മതിച്ച് ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളെയും സമൂഹ ജനങ്ങളെയും ഇതുമായിട്ട് സഹകരിച്ച് എല്ലാവരെയും ബ്രാഹ്മണ സഭയുടെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നല്ലോണം വരണം. എനിക്ക് സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ മണി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ടോ കൺസെഷൻ കൊടുത്തുകൊണ്ടോ നമ്മൾ ആ പരിപാടികൾ അവരുടെ വീടുകളിൽ നടത്തേണ്ട പരിപാടി അവർ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ
ബ്രാഹ്മണർന്ന് മാത്രം നോക്കണ്ട, മറ്റു സമുദായക്കാരായാലും ശരി, ഹിന്ദു സമുദായത്തിൽ വേറെ ആളുകൾ വരികയാണെങ്കിലും അവർക്കും നമ്മൾ കൺസെഷൻ കൊടുക്കണം. കാരണം നമ്മൾ ഈ സമ്പാദിച്ച് വെച്ചതുകൊണ്ട് മാത്രമായില്ല, അത് സമൂഹ ജനങ്ങൾ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മണ്ഡപങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് സഹകരിച്ച് ചെയ്യണം. അത് മൂർത്തി അല്ല, അപ്പോൾ എപ്പോഴും മൂർത്തി എന്ന് പറഞ്ഞ മണി അത് എന്തായാലും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഊന്നി പറയുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസ് അവർക്ക് വരും. അപ്പോൾ ആ ചെറുപ്പക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ആലോചിച്ച് ചെയ്യണം. ഇത് നന്നായിട്ട് സംരക്ഷിക്കുകയും വേണം. ഏറ്റവും പ്രധാനം അതാണ്. മെയിൻ്റനൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ പണിത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മളിത് ഉപയോഗിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുക. ഇത് എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള ശ്രദ്ധ നമ്മളെല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാമ. അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിക്കുവാൻ ശ്രീ CR കുമാർ അവരെ ക്ഷണിക്കും. നന്ദി. അടുത്തതായി നമ്മുടെ നല്ലൊരു അഭ്യുതകാംക്ഷിയായ ബഹുമാന്യനായ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മേനൻ അവരെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ മണിസ്വാമി, എത്രയും ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം തന്ത്രി ദിനേശൻ നമ്പൂരിപ്പാട്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം നൽകുന്നൊരു മുഹൂർത്തമാണ്. ഈ സ്റ്റെപ്പ് കയറി മണിസ്വാമിയുടെ കൂടെ മുകളിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ഗംഭീരമായി ഇത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ എൻജിനീയർ, എല്ലാവരോടും എൻ്റെ വളരെ എന്താ പറയുക അഭിനന്ദനങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും പഴയ മണ്ഡപം നമുക്കറിയാം. ഈ മണ്ഡപത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമുള്ളൊരു മണ്ഡപമാണ്. എൻ്റെ മക്കളുടെ ചോറൂണ്, അതുപോലെ എന്താ പറയുക നൂലുകെട്ടൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സ്ഥലപരിമിതികളുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്ത അതിൻ്റെ എൻജിനീയറെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മഹാരുദ്രം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അതിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം ഒരു 5-5.5 മാസം കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇത് നടത്തിയ ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. നേരത്തെ സ്വാമി പറഞ്ഞു ഞങ്ങൾ 2 പേര് മാത്രമാണ് ഇതിൽ ഇത്തിരി പ്രായം ചെന്ന ആൾക്കാരെന്ന് പറഞ്ഞു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെറുപ്പക്കാരാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ഏതോ ഒരു കാര്യത്തിൻ്റെയും എന്താ പറയുക ഊർജം എന്ന് പറയുന്നത് ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൻ്റെ ഒരു ആശയമുണ്ടെങ്കിൽ, മുതിർന്നവരുടെ എന്താ പറയുക അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കാര്യവും വമ്പിച്ച് വിജയമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറയാം, ഇതിൻ്റെ മണ്ഡപത്തിൻ്റെ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ചെറുപ്പകാലത്ത് ഞാൻ വളരെയധികം കല്യാണങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ജീവിത നിലവാരം കൂടി, ആൾക്കാർക്ക് സൗകര്യങ്ങൾ കൂടി, വണ്ടിയിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ മണ്ഡപം കുറച്ച് കാലഘട്ടത്തിൽ എന്താ പറയുക വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ എന്താ പറയുക കല്യാണമൊക്കെ നടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഇത് ഒഴിച്ച് ഈ മണ്ഡപം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മണ്ഡപമായി അത് മാറ്റാൻ സാധിച്ചു. അതിന് ഞാൻ വീണ്ടും പറയുന്നു, അത് വളരെ നന്നായിട്ട് രീതിയിൽ, അത് വളരെ ക്രിയാത്മകമായ രീതിയിൽ അത് നടപ്പാക്കിയ നമ്മുടെ പെരുങ്ങണ്ടൂരിലത്തെ കണ്ണെന്ന് വിളിക്കുന്ന കണ്ണൻ, അതേപോലെ തന്നെ ബാൽസ്വാമി കണ്ണൻ, എന്താ വെച്ചാൽ ഇതിലവരോടല്ല ഇവരൊക്കെ ചെറുപ്പം മുതൽക്ക് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതാണ്, ഇവരോട് ഒരുമിച്ച് കളിച്ചു വളർന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ സിൻസിയറായിട്ട് പറയാം, അവരൊരു അമ്പലം എന്ന രീതിയിൽ എന്താ പറയുക ആ ഒരു മനസ്സിൽ ആ ഒരു വിചാരം എൻ്റെ അമ്പലമാണ്, എൻ്റെ കാര്യങ്ങളാണ്, അത്രയും ആ അമ്പലത്തിനോടും അതുപോലെ തന്നെ ഇതിനോട് കാണിക്കുന്ന നിസ്സീമമായിട്ടുള്ള എന്താ പറയുക അതിനെ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ പ്രയോജനപ്പെടുത്തുന്ന ഈ അടുത്തുള്ള എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഈ മണ്ഡപം മാറട്ടെ. ഇതിന് അണിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും നമ്മുടെ ദേവസ്വത്തിൻ്റെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സിൽ തട്ടി പറഞ്ഞ വാക്കുകൾക്ക് നന്ദി സർ. അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിക്കുവാൻ ശ്രീ A. പ്രകാശ് അവരെ ക്ഷണിക്കുന്നു.
നന്ദി. അനുഭവസമ്പത്തും പ്രവൃത്തി പരിചയവും ദീർഘവീക്ഷണവുമുള്ള മഹാഗണപതി പരിഷത്തിൻ്റെ മുൻ സെക്രട്ടറി പദം അലങ്കരിച്ചിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ NK ധർമ്മരാജൻ അവർകളെ ആദരപൂർവ്വം ആശംസാ പ്രശസ്തരായി ക്ഷണിക്കും. മഹാഗണപതിയുടെ സാന്നിധ്യവും അനുഗ്രഹവും കാരണം നവീകരിക്കപ്പെട്ട ഈ പുതിയ കല്യാണ മണ്ഡപം വളരെയധികം സൗകര്യപ്രദമായിട്ടുണ്ട്. മറ്റ് ഏതൊരു മണ്ഡപത്തോടും കടപിടിക്കാവുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ മണ്ഡപത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ മണ്ഡപത്തിൽ വരും കാലങ്ങളിൽ നിറയെ ബുക്കിങ്ങുകൾ വന്ന് വിവാഹം, ഉപനയനം, ഷഷ്ഠ്യപൂർത്തി, ശതാഭിഷേകം എന്ന നല്ല കാര്യങ്ങൾ വളരെയധികം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു മുമ്പായി ഞാൻ വേദിയിലുള്ളവരെയെല്ലാം വണങ്ങുവാൻ മറന്നുപോയി. അത് ആദ്യം ചെയ്യുകയാണ്. ബഹുമാന്യനായ കേരള ബ്രാഹ്മണ സഭയുടെ പ്രസിഡൻറ്റ് ശ്രീ ഓഡിറ്റർ ശിവരാമകൃഷ്ണൻ അവர்களെ, പ്രിയങ്കരനായ ശിവരാമകൃഷ്ണൻ ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് ബ്രാഹ്മണരുടെ ഏതൊരു കാര്യത്തിലും, ബ്രാഹ്മണരുടെയുമല്ല പക്ഷേ സമുദായ സ്നേഹം പ്രത്യേകം വേണമല്ലോ, അതിൽ മുമ്പിൽ നിന്ന് എന്നും സഹായത്തിന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ശിവരാമകൃഷ്ണൻ. നമുക്കതിൽ അഭിമാനം കൊള്ളാം. അടുത്തതായി ഉപന്യാസ ചക്രവർത്തി ശ്രീ ഡമാൽ രാമകൃഷ്ണൻ അവർകളെ, உங்களோட உபன்யாசம் நிறைய நான் இந்த டிவியில் சங்கரா டிவிலையும் இந்த இதில் ரொம்ப இனிமையாகவும் எளிமையாகவும் சொல்லுவீங்க. அந்த ஒரு நாராயணிய தினத்தில் நீங்கள் பிரத்யேகமாக செய்தது நான் தொடக்கம் முதல் கடைசி வரையே நான் கேள்விப்பட்டிருக்கேன். ரொம்ப நல்லாவே சொல்லுவீங்க. உடையாள். അടുത്തതായി ഗുരുവായൂർ ദേവസ്വം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അവർകളെ, അങ്ങക്ക് അനന്തകോടി നമസ്കാരങ്ങൾ. അങ്ങ് വന്നിരുന്നാൽ ഗുരുവായൂർ അപ്പൻ നേരെ വന്നിരിക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് ഇവിടെ ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവിധ ബുക്കിങ്ങുകളും ഇനിയും വന്ന് ഈ മണ്ഡപം കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാൻ മഹാഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിക്കുവാനായി വൈസ് പ്രസിഡന്റ് ശ്രീ NN ശിവരാമകൃഷ്ണൻ അവരുടെ സാദരം ക്ഷണിക്കും. ശ്രീ പാർവതി ശങ്കർ മഹാഗണപതി പരിഷത്തിൻ്റെ ട്രഷറർ TV വൈദ്യനാഥൻ അവർകളെ നന്ദി പ്രകാശത്തിനായി ക്ഷണിക്കും. ബഹുമാന്യായ അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീ KMS മണി, സമർപ്പണ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ഗുരുവായൂർ തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രീ പാർവതി ശങ്കര മഹാഗണപതി പരിഷത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കല്യാണമണ്ഡപം നവീകരണം ചെയ്ത് ഇന്ന് സമർപ്പിക്കുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വികസനത്തിനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെയ്തു വരുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒന്നായിരുന്നു കല്യാണമണ്ഡപം നവീകരിക്കുക എന്നത്. സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമായതിനാൽ കൊണ്ട് അനുയോജ്യമായ രീതിയിലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുക എന്നുള്ളതും ശ്രമകരമായ വിഷയമായതുകൊണ്ടും ആലോചനകൾ കൊണ്ടുപോയിരുന്നു. വർഷങ്ങൾ പഴക്കമേറിയ കെട്ടിടമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദൗത്യവുമായിരുന്നു. എന്നിരുന്നാലും മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ഇതൊരു സ്വപ്ന ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതുമായി സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. പരിഷത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച എല്ലാ പൂർവികരെയും ഈ ഒരു ശുഭവേളയിൽ സ്മരിച്ചുകൊണ്ട് നന്ദി പ്രകാശനത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ച മഹാഗണപതി പരിഷത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KMS മണി അവർക്ക് പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
അടുത്തതായി വളരെയധികം തിരക്കിനിടയിലും സമയം കണ്ടെത്തി നമ്മുടെ കല്യാണ മണ്ഡപ സമർപ്പണം ചടങ്ങിന് ഇന്ന് വിശിഷ്ടാതിഥിയായി നമ്മളോടൊപ്പം ചേർന്ന് ഗുരുവായൂർ തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസാ പ്രസംഗങ്ങൾ നേർന്ന നമ്മുടെ ശ്രീ എസ് ശിവരാമകൃഷ്ണൻ, പ്രസിഡന്റ് കേരള ബ്രാഹ്മണ സഭ തൃശ്ശൂർ ജില്ല, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ തിരുവമ്പാടി ദേവസ്വം, ശ്രീ എൻ കെ ധർമ്മരാജൻ പരിഷത്തിൻ്റെ മുൻ സെക്രട്ടറി എന്നിവർക്കും പരിഷത്തിൻ്റെ പേരിൽ ഹൃദയമായ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രത്യേക ക്ഷണിതാവായി ശ്രീ ധമാൽ രാമകൃഷ്ണ സ്വാമി അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ പരിഷത്ത് അംഗങ്ങളോടും അഭ്യുതാകാംക്ഷികളോടും ഈ പ്രവർത്തനത്തിനായി സാമ്പത്തികമായി സഹായിച്ച എല്ലാ സ്വമനസ്സുകൾക്കോടും പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ കാഴ്ചപ്പാടിനും ആവശ്യങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ മണ്ഡപമാക്കി നവീകരിച്ച് നൽകുവാൻ നേതൃത്വം നൽകിയ ബിൽഡർ ശ്രീ കെ ബി ഷാജിയോട് പരിഷത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ആളായി തന്നെ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു തരിക എന്ന ശ്രമകരമായ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ എല്ലാ ജീവനക്കാർക്കും പരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തൊരുമയോടെയും വളരെ ചിട്ടയോടുകൂടിയും പ്രവർത്തിക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും പരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ സായാഹ്നം മംഗളകരമാക്കി തീർക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യമഹത്യകൾക്കും പരിഷത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ പരിപാടിക്കായി ശബ്ദം, വെളിച്ചം എന്നിവ ഒരുക്കിയ സ്വരം സൗണ്ട്സ് അത്താഴവിരുന്നൊരുക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ പി എസ് ഗണേശനും ഈ അവസരത്തിൽ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടി ആങ്കർ ചെയ്ത ശ്രീമതി ജാനകി അവർക്കും പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ചേർന്ന പ്രവാചന തിലകം ശ്രീ ധമാൽ രാമകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ഉപന്യാസ പ്രവാചനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ഈ ഒരു അവസരം വളരെയധികം ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്തെന്നാൽ എൻ്റെ വിവാഹം ഈ മണ്ഡപത്തിലാണ് നടന്നത്. ഞങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു പ്രതിഫലവും വാങ്ങാതെ പ്രവർത്തിച്ച സമൂഹ പാരമ്പര്യമാണ് ഈ പരീക്ഷത്തിൻ്റെ ഉള്ളത്. പരീക്ഷത്തിൻ്റെ ഈ ഒരു മനോഭാവം നമസ്കാരപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു. ശതകോടി നമസ്കാരം. നാളെ 27/4/24 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ശ്രീ മസ്കറ്റ് ആനന്ദ് ഭാഗവതരുടെ അഷ്ടപതി ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളുക. 6 മണി പൂജപതി, 9 മണി രാധാ കല്യാണ മഹോത്സവം ഭാഗം ബൈ സുന്ദരാമൻ ഭാഗവതർ, അഭിനയം ബൈ ശ്രീ ജെസ് ഈശ്വർ പ്രസാദ് ഹൈദരാബാദ്. എല്ലാവരും പങ്കുകൊള്ളുക. வேதத்தை வேதத்தின் சுவை பயனை விழுமிய முனிவர்கள் விழுங்கும் கோதிலின் கனியை நந்தனார் களிற்றை குவடையத்தோர் தொழுதேத்தும் மாதிகை அமுதை என்னை ஆணுகை அப்பனை ஒப்பவரில்லா மாதர்கள் வாழ் மாடமாமயிலை திருவல்லிக்கேணி கண்டேனே. அஞ்சிலே ஒன்று பெற்றான் அஞ்சிலே ஒன்றை தாவி
அஞ்சிலே ஒன்றாராக அறிஞர்காகி அஞ்சிலே ஒன்று பெற்ற அணங்கு கண்ட யலாரூரில் அஞ்சிலே ஒன்றை வைத்தான் அவனும் மயளித்து காப்பான் புத்திர்பலம் யசோதைர்யம் நிர்பயத்வமரோகதாம் அஜாட்யம் வாக்படுத்வம் ச ஹனூமஸ்மரணாத் பவேத் ஹனூமஸ்மரணாத் பவேத் சர்வத்ர கோவிந்தநாம சங்கீர்த்தனம் ஜானகீகாந்தஸ்மரணம் ஜயாஞ்சனேய சுவாமிகே நம பார்வதிபதயே. ஸ்ரீபதியான ஸ்ரீ குருவாயூரப்பனுடைய பரமானுக்கிரக விசேஷத்தினாலே இன்னைக்கு நம்ம எல்லாருக்குமே ஒரு சுதினம். ஸ்ரீ பார்வதி சங்கர மகா கணபதி பரிஷத்தினுடைய சார்பாக சமர்ப்பணம்னு சொல்லக்கூடிய உயர்ந்த இந்த மண்டபத்தை புனருத்தாரணம் செய்து ரெனோவேட் பண்ணி இன்று காலை கணபதி ஹோமம், நவக்கிரக ஹோமம், வாஸ்து சாந்தி எல்லாம் ஸ்ரீ சீதாராம வாத்தியார் ஒரு உயர்ந்த முறையில் பண்ணி வச்சு மாலை குருவாயிருப்பா ஒரு நல்ல இனாகரல் ஃபங்க்ஷனும் பிரம்மஸ்ரீ சென்னாஸ் தினாசன் நம்பூதிரிபாத் அவர்கள் குருவாயூர்லேருந்து வந்து இதை வழக்கேற்றி திறந்து வச்சு நம்முடைய திருவம்பாடிக்கு ஒரு பெரிய உயர்ந்த தினம்னு இன்றைக்கி சொல்லணும். நாம் வாழக்கூடிய இடத்துல ஒரு கோயில் இருக்கிறதே ஒரு பெரிய பாக்கியம் நமக்கு. அந்த கோயிலோடு ஒட்டி ஒரு மண்டபமும் அமைந்து அந்த மண்டபத்தில் நம்முடைய வைபவங்கள், கல்யாணம், உபநயனம், சீமந்தம், சதாபிஷேகம், சஷ்டப்த பூர்த்தி, சதாப்தி மகோத்சவம் போன்ற ஒரு வைபவங்களை சௌகரியமாக நாம் வாழக்கூடிய இடத்துலையே அதை நாம் நடத்துறதுக்கு ஒரு இடம் அமையறதுக்கும் ஒரு பாக்கியம் பண்ணியிருக்கணும். அதே இடத்துலையே நாம சங்கீர்த்தனம், உபன்யாசங்கள். இன்றைக்கி பார்த்தா பரம பாக்கியம். எனக்கு சென்ற வருடம் ஒரு பாக்கியம் கிடச்சிது. குருவாயூரில் பிராமண சமூக மடத்தில் அந்த பிராமண ரெனோவேட் பண்ணி புதுசாக ஒரு ஏசி ஹால் அங்கே திறந்தா. அப்படி திறந்த உடனேயே முதல் நாராயணிய உபன்யாசம் 7 தினங்கள் சப்தாகமாக சொல்லக்கூடிய ஒரு பரம பாக்கியத்தை அடைஞ்சேன். இதே பிரம்மஸ்ரீ சென்னாஸ் தினேசன் நம்பூதிரிபாத் தான் ருக்மிணி கல்யாணத்தில் கலந்துண்டு 2வது முறையாக இன்று மேடையில் அவரோடு உட்காரக்கூடிய ஒரு பாக்கியம் எனக்கு. அன்று அந்த உபன்யாசத்தை கோயிலேருந்து ஒரு ப்ரொசஷனாக அழைச்சிட்டு அவர் பூர்த்தி பண்ணி நாராயணிய பிரவச்சன திலக்கம்ன்ற ஒரு பட்டத்தை அவர்களுடைய ஒரு சார்பாக கொடுத்தார். அதே போன்று அதில் ஒரு பெருமை, அந்த ஹாலை கட்டின உடனேயே முதல் உபன்யாசம்னு. அதை விட பெரிய பெருமை, இந்த ஹால் திறந்த இன்னைக்கே ஒரு உபன்யாசத்தை முதல் முறையாக இந்த இடத்துல சொல்லக்கூடிய பாக்கியத்தை ஸ்ரீமான் KMS மணி அவர்கள், அவர் ஸ்ரீமான் TN கிருஷ்ணன் அவர்களிடத்தில் பெரிய ஈடுபாடு. அவருக்கு நிறைய கச்சேரிகளுக்கு பத்மஸ்ரீ பத்மபூஷன் TN கிருஷ்ணன் அவருக்கு வாசிச்சிருக்கார். அப்போ அதில் பல இடங்களில் அவரோடு நான் இருக்கிறதையும் உபன்யாசங்கள் பண்ணுறதையும் அனுமதி ஜெயந்தி மகோத்சவத்தில் கலந்துக்கிறதையெல்லாம் ஞாபகம் வச்சுட்டு TN கிருஷ்ணன் அவர்களுக்கும் இது ஒரு பிரீத்தியாக இருக்கும் இந்த ஒரு உபன்யாசம்ன்ற ஒரு எண்ணத்தோடு இன்றைக்கும் TN கிருஷ்ணனுடைய குடும்பத்தை சேர்ந்தவர்கள் விஜய் கிருஷ்ணன்லாம் அமெரிக்காவில் இருந்தால் கூட வருடத்திற்கு ஒரு தடவை சென்னைக்கு TN கிருஷ்ணனுடைய ஞாபகமாக ஒரு பாகவத சப்தாகத்தை நடத்துகிறார். அதில் 4 வருஷமாக பாகவத சப்தாகத்துக்கு சாயந்தரத்தில் பிரவச்சனம் பண்ணக்கூடிய பரம பாக்கியத்தை நான் அந்த குடும்பத்துக்காக அடைஞ்சின்றிருக்கேன். அதை ஞாபகம் வச்சுட்டு இந்த ஒரு பெரிய பாக்கியத்தை இன்றைய தினமே எனக்கு அளிச்சிருக்கா. திருச்சூரோ, பூங்குன்னமோ, திருவம்பாடியோ, பாலக்காடோ, குருவாயூரோ எனக்கு புதுசே கிடையாது. எல்லாமே எனக்கு இன்னும் சொல்லப்போனால் அவர் சிவராமகிருஷ்ணன் இருக்கார். பழைய நடக்காவில் ராமாயண நவாகம் நான் +2 படிச்சுட்டு இருக்கும்போது என்னுடைய தகப்பனாரோட பழைய நடக்காவில் வடக்கே சமூக மடத்தில் +2 படிச்சுட்டு இருக்கும்போது ஒரு ராமாயண நவாகம் சொன்னேன்.
பிகாம் ஃபைனல் இயர் படிச்சுட்டு இருக்கும்போது வந்து மறுபடியும் ஒரு ராமாயண நவாகம் அப்போ அங்கே சொன்னேன். எம்காம் ஃபைனல் இயர் படிக்கும்போதும் வந்து பழைய நடக்காவில் ஒரு ராமாயண நவாகத்தை சொன்னேன்னா இதெல்லாம் ஒரு 55 வருடங்களாக அந்த ஒரு திருச்சூருக்கும், அப்போவே திருச்சூர் பூங்குன்னத்தில் சீதாராம் மில்ஸ்னு பேர், அங்கே ராமாயணம் நவாகம் அப்போ வச்சு நடத்திருக்கா. அந்த இப்போ விருத்தியாக எடுத்து அப்போ அந்த தென்னையில் தான் உட்காந்து அங்கே பிரவச்சனம் பண்ணணும். அதுபோல் பாலக்காடுலேயும் ஸ்ரீமான் இந்த உபன்யாசத்துக்காகவே பிரத்யேகமாக வெங்கடேஸ்வரன் குடும்பம் அவள் இங்கே வந்திருக்கா. அங்கேயும் உபன்யாசம் சமீபத்தில் இப்போ பண்ணேன். அப்போ இந்த கேரளாவோ இந்த இடத்துல இருக்கக்கூடிய திருச்சூர் முதலிய ஏரியாவோ எனக்கு புதுசில்லை. எல்லாரும் எனக்கு பழக்கமானவா. நானும் உங்களுக்கு ரொம்ப 5.5 வருடம் இந்த நாராயணியத்தை தூர்தர்ஷனில் ஒவ்வொரு ஸ்லோகம் விடாமல் ரொம்ப நிதானமாக ஒரு கவர்மெண்ட் சேனலில் 5.5 வருஷம் குருவாயூரப்பன் நாராயணியத்தை சொல்லக்கூடிய ஒரு பரம பாக்கியத்தை அளிச்சிருக்கான். எல்லாத்துக்கும் சிகரம் வச்சா மாதிரி இந்த இடத்துல இந்த ஒரு மண்டபம் இன்னைக்கு திறந்து அதில் கிருஷ்ண வைபவத்தை சொல்லணும்னு மணி அவர்கள் சொல்லியிருக்கார். ஸ்ரீகிருஷ்ணனுடைய ஒரு வைபவம் குருவாயூரில் எப்படி சுவாமி நமக்கு கண்கொள்ளா காட்சியாக காட்சி அளிக்கிறானோ அதே மாதிரி தான் திருவம்பாடி கிருஷ்ணனும் காட்சி அளிக்கிறார். வைபவத்திலேயோ அனுகிரகத்திலேயோ திவ்ய தரிசனத்திலேயோ கோலாகலத்திலேயோ குருவாயூர் கிருஷ்ணனுக்கும் திருவம்பாடி கிருஷ்ணனுக்கும் எந்த விதமான ஒரு வித்தியாசமும் இல்லை. அதே போலவே அவர் கூடவே மகா கணபதி ரொம்ப வரப்பிரசாதியாக தவறாமல் பல வடமாலைகளை சாத்தி கொள்ளக்கூடிய ஆஞ்சநேய சுவாமி, நவக்கிரகங்கள், சண்முகமூர்த்தி, ஒரே இடத்துல நம்ம இருக்கிற இடத்துல இத்தனை பேரும் பக்கத்தில் இருந்துட்டு நமக்கு அவள் ஆசீர்வாதம் பண்ணுறதும், அதில் ஒரு மண்டபமானது புதுசாக இன்னைக்கு நிர்மாணம் பண்ணப்பட்டிருப்பது ஹந்த பாக்கியம் ஜனானாம்னு பட்டத்திரி நாராயணியத்தில் சொல்லுவார். அந்த ஒரு பாக்கியம்தான். அதில் வந்து நமக்கு ஆதிசங்கர பகவத்பாதால் சொல்வா, சத்சங்கத்வே நிஸ்ஸங்கத்வம், நிஸ்ஸங்கத்வே நிர்மோகத்வம், நிர்மோகத்வே நிశ్చల தத்துவம், நிశ్చల தத்துவே ஜீவன் முக்திகி, பஜகோவிந்தம் பஜகோவிந்தம் கோவிந்தம் பஜ மூடமதே. கலிகாலத்தில் நமக்கு உயர்ந்த சாதனம் எதுன்னா இந்த ஸ்ரவணம் தான். ஏன் இந்த ஒரு உபன்யாசம் கூடவே பஜன் நாம சங்கீர்த்தனம்லாம் இந்த மண்டபத்தோட திறக்கச்சே வச்சிருக்கா அப்படின்னா, பல யுகங்களில் நம்ம கிருத்தயுகத்தில் ஆயிரக்கணக்கான வருஷங்கள் தபஸ் பண்ணி அடையிற பலனை, திரேதாயுகத்தில் பல யாகங்கள்லாம் பண்ணி அடையிற பலனை ஒரு 1.5 மணி நேரம் உட்காண்டு சுவாமியினுடைய ஒரு வைபவத்தை யாராவது ஒருவர் சொல்ல நம்ம சிரவணம் பண்ணுறதாலேயே அந்த பாக்கியம் நமக்கு கிடைக்கிறதா. ஒரு நாம சங்கீர்த்தனத்தாலேயே நமக்கு அந்த ஒரு பாக்கியம் கிடைக்கிறது. அப்போ கலிகாலத்தில் வசந்த மார்க்கத்தோடு தான் இன்றைக்கி இந்த மண்டபத்தினுடைய இனாகுரேஷனையே நடத்தியிருக்காய்வா. ஸ்ரவணம், அதாவது 9 விதமான மார்க்கங்கள்: ஸ்ரவணம், கீர்த்தனம், ஸ்மரணம், பாதசேவனம், அர்ச்சனம், வந்தனம், தாஸ்யம், சக்கியம், ஆத்மநிவேதனம்னு பிரகலாதன அப்பாவான இரண்யகசிபுவுக்கே உபதேசம் பண்ணான். அதில் உத்தமமாக இருக்கிறது எதுன்னா ஸ்ரவணம். அந்த இன்ஃபேக்ட் லாஜிக் எப்படி இருக்கணும்னா, யாராவது கீர்த்தனம் பண்ணால் தான் நம்ம ஸ்ரவணம் பண்ண முடியும். நான் சொன்னால் உங்கள் காதில் வந்து விழும். அப்போ யாருக்கு முக்கியம் கொடுத்துருக்கணும்? கீர்த்தனம், கீர்த்திக்கிறவா, யார் பிரபாஷணம் பண்ணுறாளோ அவா, அப்புறம் ஸ்ரவணம் பண்ணுறவா. மார்க்கத்தில் முதல்ல கீர்த்தனம், ஸ்ரவணம். கொடுத்த தாமரை புஷ்பம், அழகான கழுத்துல மகர கண்டிகை, கண்ணாடி போன்ற திருமுக மண்டலம், மேல் நோக்கிய மூக்கு, விசாலமான நெற்றி, கஸ்தூரி திலகம், அழகான சிரசில மேகங்களையும் படிக்கக்கூடிய கேசபாசம், நவரத்னமயமான சூரியனையும் படிக்கக்கூடிய கிரீடம், அழகான மயில் தோகை, அடிப்பாதம் பாதாள லோகம், மேல்பாதம் ரசாதல லோகம், கணுக்கால் மகாதல லோகம், முழங்கால் தலாதல லோகம், ஜானு சுதல லோகம், 2 தொடைகளும் விதலம் மதலம் என்ற லோகங்கள், இடுப்பு பூலோகம், நாபி ஆகாசம், பக்ஷஸ்தலம் இந்திரலோகம், கழுத்து மகரலோகம், திருமுக மண்டலம் ஜனோலோகம், நெற்றி தபோலோகம், சிரசு சத்தியலோகம், அடிப்பாதத்தில பர்வதங்கள், முழங்கால மிருத்யுக்கள், தொடையில தேவதைகளுக்கெல்லாம் குலகுருவான பிரகஸ்பதி பகவான், பக்ஷஸ்தலத்துல மகாலட்சுமி, சதுர்புஜங்கள்ல தேவதைகள், கண்டத்துல மகரிஷிகள், வாக்குல ஸ்ருதி, மூக்குல வருணன், நாக்குல அக்னி, நெத்தியில கோபம், உதக்குல லோபம், ரேதஸ்ல ஜலம், பிருஷ்டபாகத்துல அதர்மம், ஸ்தலத்துல சத்தியம், திகைப்புல மாயம், வேர்வைகள்ல
செடிகள் கொடிகள் நரம்பு குழாய்கள்ல சாஸ்திரங்கள் இத்தனையும் யாருக்கு தரிசனம் கிடைச்சதுன்னா தேவகிக்கு. அதனாலதான் தேவகி பரமானந்தமோ இத்தனையும் ஒரு சேர பார்த்த ஒரு பாக்கியம் வசுதேவருக்கு கிடைச்சதோ இல்லையோ. பரமானந்தத்தை சாந்திரானந்தம், பிரம்மானந்தம், சதானந்தம், சிதானந்தம், சச்சிதானந்தம் மூணிலாய வைந்துமாய் புனர்கன் என்ற நான்குமாய் தீனிலாய மூன்றுமாய் சிறந்த கால் இரண்டுமாய் மீனிலாய ஒன்றுமாகி வேறு வேறு தன்மையாய் மீனிலாய வண்ணனிதன் நான் நினைக்க வல்லரே. ஆழ்வார் அது ஆதிசங்கரோட பதத்துக்கு தமிழ்ல ஈக்குவலா கொடுத்தார். பஞ்சபூதங்களுடைய சாட்சியாக, 4 வேதங்களுடைய உட்பொருளாக, மும்மூர்த்திகள ஒத்தனாக, வித்யா அவித்யான்னு 2 மாயையினுடைய சொரூபனாக 5 4 3 2ன்னு கழிச்சுட்டே வந்தால் நிற்கக்கூடிய ஏக பரபிரம்ம தத்துவம் தேவகி பரமானந்தம் ஸ்ரீகிருஷ்ணன். அப்போ கம்ச சானூர மர்தனம் பண்ணா, வசுதேவனுடைய பிள்ளையாக பிறந்தான், பல பால லீலைகளை பண்ணான், தேவகிக்கு ஆனந்தத்தை கொடுத்தான். இருந்தாலும் கிருஷ்ணனுக்கு கிருஷ்ணாவதாரத்துல ஒரு பூர்த்தி பண்ணிடுவோம், கம்சவதம் தான் ஆயிடுத்தேன் ஏன் இழுத்துட்டே போனான்னா கடைசியா காரணம் சொல்லி கிருஷ்ண வைபவத்தை முடிக்கிறார் பகவத் பாதாள். கிருஷ்ணம் வந்தே ஜெகத்குரும் லீலைய பண்ணியாச்சு, ருக்மிணியை கல்யாணம் பண்ணிட்டாச்சு, குச்சேரனுக்கு அனுகிரகம் பண்ணியாச்சு. எல்லாம் ஒரு மனுஷனுக்கு எதனால பெருமைன்னா குருன்ற ஒரு ஆச்சாரிய ஸ்தானத்தை அடையும் போது தான் ஒருத்தனுக்கு பெரிய பெருமையே இருக்கான். அதனால குருவருள் இருந்தால்தான் திருவருளையே கிட்டும். யாருக்குமே அந்த குருவோட கடாட்சம் இருந்துன்னா மற்ற கடாட்சம் தானாகவே தேடி வரும். அப்படி ஒரு பெருமை படைச்சவரா ஒவ்வொரு குருவும் இருக்காளே. நாமும் ஒரு குருவாகணும்னு நினைச்சார். எங்க சான்ஸ் கிடைக்கும்னு பார்த்துட்டே இருந்தார், கிடைக்கவே இல்லை. கிடைச்சது நழுவ விடக்கூடாதுன்னு அர்ஜுனன் வந்தா அந்த பக்கம் 100 பேர், இந்த பக்கம் 5 பேர் யுத்தம்னா பண்ண மாட்டேன், எனக்கு அதெல்லாம் சரிபட்டு வராதுன்னா ஆகா இந்த சான்ஸை விட்டா குருஸ்தானம் கிடைக்காதுன்னு உட்கார்றான்னு சொல்லி சர்வக்ஷேத்திரே குருக்ஷேத்திரேன்னு பகவத்கீதையை ஜிஷ்ணோஸ்வம் கிருஷ்ண சூத்தக்கல் சமரமுகே பந்துகாதே தயாளும் கிண்ணந்தம் வீக்ஷரீரம் கிரித மைசகே நித்திய ஏகோயமாத்மா தர்சயன்னு விஸ்வரூபம்னு தான் ஒரு ஆச்சாரிய ஸ்தானத்தை எடுத்திருந்ததுதான் கிருஷ்ணாவதாரம் பூர்த்தியாகுதுன்னு பகவத் பாதாள் ஒரே ஸ்லோகத்துல வசுதேவ சுதம் தேவம் கம்சசாமூர மர்தனம் தேவகி பரமானந்தம் கிருஷ்ணம் வந்தே ஜெகத்குருன்னு பூர்த்தி பண்ண உத்தமமான இந்த ஒரு கிருஷ்ண வைபவத்தை உயர்ந்த இந்த ஒரு மண்டபத்தை ரெனோவேட் பண்ணி திறந்த இந்த நன்னாங்க சிரவணம் பண்ணேன். உங்க எல்லாருக்கும் ஆயுர் ஆரோக்கிய சௌக்கியம்னு குருவாயூரப்பனுடைய பரமவிசேஷத்தால குருதமா ஆயுர் ஆரோக்கிய சௌக்கியம் ஏற்பட்டு எல்லாம் அந்த பகவான் சர்வேஜனா சுகினோ பவந்தோன்னு அனுகிரகம் பண்ணணும்னு கிருஷ்ண வைபவத்தை நிறைய சொல்லிட்டே போகலாம். ஆனால் எனக்கு ட்ரெயின் 8:40க்கு இங்கே பிடிக்கணும். அந்த அவசரத்தில் பார்த்து 7:45 முடிக்கணும்னு நினச்சவே 7:55க்கு 8:30க்குள்ளே திருச்சூர் ஸ்டேஷனில் இருக்கணும். ஏன்னா நாளைக்கு காலம்பரை எனக்கு மெட்ராஸில் உபன்யாசம் இருக்குது. அதை ஒரு வேண்டுகோளாக வச்சுதான் மணி அவர்கள் கண்டிப்பாக நீங்கள் அங்கே 8 மணிக்கு கிளம்பிடலான்னு சொன்னார். அதனால் அவசரமாக எதையோ சொல்லிட்டு ஓடிட்டாலும் நினச்சிக்காதீங்க, ஓட வேண்டிய சூழ்நிலை எனக்கு அனுமதி தரணும்னு கேட்டு சர்வத்திர கோவிந்த நாம சங்கீர்த்தனம் கல்யாணரூபாய கலௌ ஜனானாம் கல்யாணதாத்ரே கருணாசுதாப்தே கமவாதி திவ்யாயுத சர்க்கராத்ய வாதாலயாதீச நமோ நமஸ்தே நாராயண 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 சர்வத்திர கோவிந்த நாம சங்கீர்த்தனம். ഇതെല്ലാം നമസ്കാരപൂർവ്വം പറയുന്നു, ഞങ്ങളുടെ നമസ്കാരം പറയുന്നു. അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിക്കുവാനായിട്ട് എസ് മണി സാറേയും ശിവരാമ അവറുകളെയും സാദരം ക്ഷണിക്കുന്നു.